ആയത്തുള്ള ഖമനയുടെ സ്വന്തം ഇംഗ്ലീഷ് പരിഭാഷക തൻ്റെ അനുഭവം വിവരിക്കുന്നു. ഇസ്രയേൽ അമേരിക്ക വ്യോമാക്രമണം ഇറാനിൽ പൊടുന്നനെ ഇടിത്തീയായി പതിക്കുമ്പോൾ അതിൽപ്പെട്ട് മരിച്ച പ്രമുഖരിൽ ഖമനേയിയും മന്ത്രിമാരും നിരവധി ജീവനക്കാരും ഉണ്ടായിരുന്നു. ആ ആക്രമണത്തിൽ ഉറപ്പായും കൊല്ലപ്പെടേണ്ട ആളായിരുന്നു ദാരിയ ഫർഹാദി. പക്ഷേ ഒരു വലിയ അത്ഭുതം നടന്നു. ആ അത്ഭുതം എന്തെന്ന് നിങ്ങൾ അറിയണം. ദാരിയ ഫർഹാദി എന്ന ആയത്തുള്ള ഖമനേയിയുടെ പരിഭാഷക തൻ്റെ അനുഭവം വിവരിക്കുന്നു. യേശു എന്നെ വ്യോമാക്രമണത്തിൽ നിന്ന് രക്ഷിച്ചു. മാസങ്ങൾക്ക് മുമ്പ് ഞാൻ മരിക്കേണ്ടതായിരുന്നു. കഷ്ടിച്ചാണ് ഞാൻ രക്ഷപ്പെട്ടത്. അതായത് മിസൈലുകൾ പതിച്ചപ്പോൾ ഞാൻ വർഷങ്ങളായി സേവനമനുഷ്ഠിച്ച ഖമനേയിയുടെ അരികിൽ, ആ മുറിയിൽ, ആ കോമ്പൗണ്ടിൽ ഞാൻ ഉണ്ടായിരിക്കേണ്ടതായിരുന്നു. എൻ്റെ സാധാരണ ഷെഡ്യൂൾ പാലിച്ചിരുന്നെങ്കിൽ, ഞാൻ ഒരു ആഴ്ച കൂടി ഇറാനിൽ താമസിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കില്ലായിരുന്നു. കാരണം ഞാൻ ജോലി ചെയ്തിരുന്ന ഇടത്തെ ആളുകൾ, ഞാൻ അവരെ മിക്കവാറും എല്ലാ ദിവസവും കാണാറുണ്ട്. ഞാൻ നിൽക്കേണ്ടിടത്ത് നിന്നിരുന്ന ആളുകൾ, അവരെല്ലാം പോയി. എനിക്കിപ്പോഴും പൂർണ്ണമായി വിശദീകരിക്കാൻ കഴിയാത്ത ഒരു കാരണമുണ്ട്. ആ കാരണത്താൽ ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നു. എൻ്റെ അമ്മ പറയുന്നു ആ കാരണം അത് യേശുവാണെന്ന്. 1 മാസം മുമ്പായിരുന്നു അമ്മ അങ്ങനെ പറഞ്ഞിരുന്നതെങ്കിൽ ഞാൻ അമ്മയുടെ മുഖത്ത് നോക്കി ചിരിക്കുമായിരുന്നു. പക്ഷേ ആ സംഭവത്തിന് ശേഷം സമയം, സ്വപ്നങ്ങൾ, ഫോൺ കോൾ, വിസ, വിമാനയാത്ര, പ്രാർത്ഥന എന്നിവയ്ക്ക് ശേഷം എനിക്കതിനെ ഇനി യാദൃച്ഛികത എന്ന് വിളിക്കാൻ കഴിയില്ല. എൻ്റെ പേര് ദാരിയ ഫർഹാദി. ഞാൻ ഖമനേയിയുടെ പരിഭാഷകരിൽ ഒരാളായിരുന്നു. മരണം വരുന്നതിന് തൊട്ടു മുമ്പ് ഞാൻ എങ്ങനെ അവിടെ നിന്ന് ഒഴിവാക്കപ്പെട്ടു എന്നതിൻ്റെ കഥയാണിത്. ഒരു ജീവൻ മരണ പോരാട്ടത്തിൻ്റെ അവിശ്വസനീയമായ കഥ. ഞാൻ വിശ്വസിച്ചതെല്ലാം ദിവസങ്ങൾക്കുള്ളിൽ തകർന്ന് തരിപ്പണമായി. ഖമനേയി കൊല്ലപ്പെട്ടതിൻ്റെ തലേ ദിവസം രാത്രി എന്താണ് സംഭവിച്ചതെന്ന് എനിക്കിപ്പോഴും നിങ്ങളോട് വിശദീകരിക്കാൻ കഴിയുന്നില്ല. 1 വർഷം മുമ്പ് നിങ്ങൾ എന്നെ കണ്ടിരുന്നെങ്കിൽ ഞാൻ തൊട്ടുകൂടാത്തവളാണെന്ന് നിങ്ങൾ കരുതുമായിരുന്നു. അച്ചടക്കമുള്ള, വിദ്യാസമ്പന്നയായ, രചനാ വൈഭവമുള്ള ഞാൻ അമേരിക്കൻ ഇംഗ്ലീഷിൽ സംസാരിച്ചു. രാഷ്ട്രീയ ചർച്ചകളിലും മറ്റും ശ്രദ്ധാകേന്ദ്രമായിരുന്നു. എനിക്കൊരു ലേഖനം അർത്ഥം നഷ്ടപ്പെടാതെ എങ്ങനെ വിവർത്തനം ചെയ്യണമെന്നറിയാമായിരുന്നു. അത് ഞാൻ ജീവിച്ച ലോകത്ത് എന്നെ വിലപ്പെട്ടവളാക്കി മാറ്റി. ഗവൺമെൻറ് മാധ്യമങ്ങൾ, നയതന്ത്ര ഭാഷ, ലോക നേതാക്കൾക്ക് സന്ദേശമയക്കൽ, സാധാരണ ജനത്തിന് ഒരിക്കലും സ്വപ്നം പോലും കാണാൻ കഴിയാത്തതുപോലെ ആഡംബര സ്വകാര്യ മുറികൾ എന്നിവയിലൊക്കെയായിരുന്നു വർഷങ്ങളായി എൻ്റെ ജീവിതം. ഒരേ സമയം 2 ആളാകുന്നത് എങ്ങനെയെന്ന് ഞാൻ വളരെ നേരത്തെ തന്നെ പഠിച്ചു. എനിക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് ഞാൻ ഗൗരവമുള്ള ഒരു സ്ത്രീയായിരുന്നു. പക്ഷേ എല്ലാത്തിനുമുപരി അമ്മയുടെ മുൻപിൽ ഞാനൊരു കൊച്ചു പെൺകുട്ടിയുമായിരുന്നു. എൻ്റെ ജീവിതം എല്ലാ മക്കളെയും പോലെ അമ്മയിൽ നിന്നാണ് ആരംഭിച്ചത്. എൻ്റെ അമ്മ അമേരിക്കയിലെ കാലിഫോർണിയയിലാണ് താമസിച്ചിരുന്നത്. വർഷങ്ങളോളം ഞാൻ എൻ്റെ അമ്മയെ അകറ്റി നിർത്തി. അമ്മ എനിക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്തതുകൊണ്ടല്ല. അമ്മ തൻ്റെ ജീവിതം യേശുവിനായി സമർപ്പിച്ചു. എനിക്ക് ആ മാറ്റം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ലായിരുന്നു. അമ്മയുടെ ആ പ്രവൃത്തി വളരെ ലജ്ജാകരമായിരുന്നു. വർഷങ്ങൾ കഴിയും തോറും അത് അരോചകമായി തീർന്നു. ഒടുവിൽ അപകടകരമായി തീരും എന്നെനിക്ക് തോന്നി. കാരണം അമ്മ എന്നെ ഫോണിൽ വിളിക്കുമ്പോഴെല്ലാം യേശുവിനെക്കുറിച്ച് പറയാനേ സമയമുണ്ടായിരുന്നുള്ളൂ. എൻ്റെ അമ്മ ശാന്തയായിരുന്നു. ശരീരം കൊണ്ട് ദുർബലയായിരുന്നെങ്കിലും അവർ ശക്തയായിരുന്നു വാക്കുകൾ കൊണ്ട്. അമ്മ പ്രാർത്ഥനയെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. യഥാർത്ഥ സമാധാനം കണ്ടെത്തിയതുപോലെയൊക്കെയാണ് അമ്മയുടെ സംസാരം. വേദനിപ്പിക്കാൻ കഴിയാത്തതിനാൽ താല്പര്യമില്ലെങ്കിലും കേട്ടിരിക്കാൻ തുടങ്ങി. യേശു വെറുമൊരു മതമല്ലെന്നും ജീവനുള്ള വ്യക്തിയാണെന്നും എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു. പക്ഷേ അത് കേൾക്കുന്നത് എനിക്ക് വെറുപ്പായിരുന്നു. ദൈവകൃപയെക്കുറിച്ച് കേൾക്കാൻ എനിക്കിഷ്ടമല്ല. ക്ഷമയെക്കുറിച്ച് കേൾക്കാൻ ഞാൻ ഒട്ടും ആഗ്രഹിച്ചില്ല. രക്ഷയെക്കുറിച്ച് കേൾക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. പക്ഷേ എൻ്റെ അമ്മ അനുഭവിക്കുന്ന സമാധാനവും സന്തോഷവും എന്നെ അത്ഭുതപ്പെടുത്തി. കാലങ്ങൾ കഴിയവേ അമ്മയുടെ സമാധാനത്തിന് കുറവൊന്നും വരുന്നില്ല എന്നെനിക്ക് തോന്നി. അമ്മയോടെനിക്ക് അസൂയ തോന്നി. എനിക്ക് അംഗീകാരമുണ്ടായിരുന്നു. എനിക്കെവിടെയും പ്രവേശനമുണ്ടായിരുന്നു. എനിക്ക് സ്വാധീനമുണ്ടായിരുന്നു. എനിക്ക് മികച്ച വരുമാനവും സമ്പത്തുമുണ്ടായിരുന്നു. പക്ഷേ സമാധാനമുണ്ടോ?
ഇല്ല. അതുകൊണ്ട് അമ്മ യേശുവിനെപ്പറ്റി നിരന്തരം പറയുമ്പോൾ സഹികെടാൻ തുടങ്ങി. ഒരിക്കൽ ഞാൻ അമ്മയോട് നിർത്താൻ പറഞ്ഞു. എനിക്കിത് കേൾക്കണ്ട, ദയവ് ചെയ്ത് ക്രിസ്തുമതത്തെക്കുറിച്ച് ഇനി എന്നോട് പറയരുതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇനി ഞാൻ വിളിക്കില്ല എന്ന് തീർത്തു പറഞ്ഞു. എൻ്റെ ഭാവി തകർക്കാൻ അമ്മ ശ്രമിക്കുകയാണെന്നും നിങ്ങൾ വെറും വിഡ്ഢിയെപ്പോലെയാണ് പെരുമാറുന്നതെന്നും ഞാൻ പറഞ്ഞു. ഒടുവിൽ ഞാൻ അമ്മയുടെ ഫോൺ നമ്പർ പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തു. കോളുകളില്ല, സന്ദേശങ്ങളില്ല. എന്നെ സമീപിക്കാൻ ഒരിക്കലും കഴിയില്ല. ഞാൻ ചെയ്തത് ശരിയാണെന്ന് സ്വയം പറഞ്ഞു. പക്ഷേ ഞാൻ അമ്മയുടെ ഫോൺ വിച്ഛേദിച്ചതിന് ശേഷം എനിക്ക് എന്തൊക്കെയോ സംഭവിക്കാൻ തുടങ്ങി. അത് വേണ്ടിയിരുന്നില്ല എന്ന തോന്നൽ. ഇവിടെയാണ് എല്ലാം മാറാൻ തുടങ്ങിയത്. അമ്മയെക്കുറിച്ചുള്ള ചിന്തകൾ നിരന്തരം എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി. ജോലിസ്ഥലത്ത്, വീട്ടിൽ, യാത്രകളിൽ, മീറ്റിങ്ങുകളിൽ. അർദ്ധരാത്രിയിൽ അമ്മയുടെ ശബ്ദം എൻ്റെ ചെവികളിൽ മുഴങ്ങുമായിരുന്നു. വർഷങ്ങളായി ഞാൻ ചിന്തിക്കാത്ത അമ്മ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ പോലും ഞാൻ ഓർത്തെടുക്കാൻ തുടങ്ങി. അമ്മ എൻ്റെ കൈ പിടിച്ചിരുന്ന രീതി, എന്നെ സ്കൂളിൽ കൊണ്ടുപോയത്, വഴക്കു പറഞ്ഞത്, അങ്ങനെ എല്ലാം മുന്നിലൂടെ വന്നു മറയുന്നു. എന്നാൽ ഇതിലേറ്റവും വിചിത്രമായ കാര്യം ഇത് ഒരു ഓർമ്മയായി തോന്നിയില്ല എന്നതാണ്. ആരോ എന്നെ വലിച്ചെടുക്കുന്നത് പോലെ തോന്നി. എന്തോ ഒന്ന് എന്നെ അമ്മയിലേക്ക് അടുപ്പിക്കുന്നത് പോലെ. എനിക്കത് അടക്കി നിർത്താൻ കഴിയുന്നില്ല. എനിക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത നിലയിൽ അമ്മയുടെ ചിന്തകൾ എന്നെ ഭരിച്ചു. ഞാനത് അവഗണിക്കാൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ നടന്നില്ല. ഇത് അമ്മയോടുള്ള സ്നേഹക്കൂടുതൽ മൂലമോ ഗ്രഹാതുരത്വം മൂലമോ ആണെന്ന് ഞാൻ സ്വയം വിശ്വസിക്കാൻ ശ്രമിച്ചു. എന്നിട്ടും ഫലിച്ചില്ല. ഒരു ദിവസം ഞാൻ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം ഇപ്പോഴും എൻ്റെ നെഞ്ചിൽ മായാതെ നിൽക്കുന്നു. എൻ്റെ അമ്മ ഒരു പ്രകാശമുള്ള പൂന്തോട്ടത്തിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. എൻ്റെ നേരെ കൈനീട്ടി. ഞാൻ അമ്മയുടെ അടുത്തേക്ക് വേഗത്തിൽ പോകാൻ ശ്രമിക്കുന്നു. പക്ഷേ കഴിയുന്നില്ല. അമ്മയുടെ അടുത്തേക്ക് എത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഓരോ ചുവടും വളരെ ഭാരമുള്ളതായി തോന്നി. അമ്മ എന്നെ നോക്കി എന്തോ പറയുന്നുണ്ട്. പക്ഷേ എനിക്കത് കേൾക്കാൻ കഴിയുന്നില്ല. പിന്നെ ഞാൻ ആദിയോടും കണ്ണീരോടെയും ഉണർന്നു. സത്യത്തിൽ ആ സ്വപ്നം എന്നെ ശരിക്കും ഭയപ്പെടുത്തി. കാരണം വികാരങ്ങളെ വെച്ച് ഒരിക്കലും ജീവിതത്തിലെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നയാളല്ല ഞാൻ. ഞാൻ വളരെ ഭംഗിയായി ആസൂത്രണം ചെയ്യുന്നു, കണക്ക് കൂട്ടുന്നു, ശ്രദ്ധാപൂർവം നീങ്ങുന്നു. അതാണ് എൻ്റെ രീതി. പക്ഷേ 2026 ഫെബ്രുവരിയിൽ എനിക്ക് അങ്ങനെ കഴിഞ്ഞില്ല. അമ്മയെ കാണാൻ പോകണമെന്ന് എൻ്റെ മനസ്സ് നിരന്തരം പറയാൻ തുടങ്ങി. പിന്നീടൊരിക്കലല്ല, എപ്പോഴെങ്കിലുമല്ല, ഇപ്പോൾ തന്നെ, ഉടനെ. ആ അവസ്ഥ എങ്ങനെ വിശദീകരിക്കണമെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അത് അവഗണിച്ചാൽ ഞാൻ ഖേദിക്കേണ്ടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് വർഷങ്ങളായി ഞാൻ ഗൗരവമായി കരുതാത്ത ഒരു കാര്യം ഞാൻ ചെയ്തു. അമേരിക്കയിലേക്ക് മടങ്ങാനുള്ള ശ്രമം ആരംഭിച്ചു. അതത്ര എളുപ്പമായിരുന്നില്ല. അത്തരമൊരു യാത്ര ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകുക എന്നതിലല്ല, അതിൻ്റെ തടസ്സങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ, അഭിമുഖങ്ങൾ, രേഖകൾ പരിശോധിക്കൽ, കാത്തിരിപ്പ്, അനിശ്ചിതത്വം എന്നിവ എല്ലാം നേരിടേണ്ടതുണ്ട്. മാത്രമല്ല, സൂക്ഷ്മ പരിശോധനയിൽ യാത്രാനുമതി നിഷേധിക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഒരു കാര്യം എനിക്ക് അനുകൂലമായിരുന്നു. ഞാൻ അമേരിക്കയിലാണ് ജനിച്ചത് എന്നത്. വീട്ടിലെ ഷെൽഫിലെ തിരച്ചിലിനൊടുവിൽ കണ്ടെത്തിയ ആ പഴയ കടലാസ് കഷണം എൻ്റെ അമേരിക്കൻ ജനനരേഖ ഒരു വാതിലിൻ്റെ താക്കോലായി പെട്ടെന്ന് മാറി. ഞാൻ എല്ലാം ശേഖരിച്ചു. രേഖകൾ, തൊഴിൽ രേഖകൾ, സാമ്പത്തിക രേഖകൾ, യാത്രാ വിശദാംശങ്ങൾ. അപ്പോഴാണ് മറ്റൊരു പ്രശ്നം ഉയർന്നു വന്നത്. അമേരിക്കയിലുള്ള അമ്മയുടെ ക്ഷണക്കത്ത് ആവശ്യമാണെന്ന്. എൻ്റെ അമ്മയെ എനിക്ക് ബന്ധപ്പെടേണ്ടി വന്നു. കാരണം അമ്മയുടെ ഒരു ക്ഷണക്കത്ത് വേണമെന്ന് പറയാൻ. എൻ്റെ ശബ്ദം കേട്ടപ്പോൾ അമ്മ കരഞ്ഞു. ആ കരച്ചിൽ എൻ്റെ ഹൃദയത്തിലുണ്ടാക്കിയ നീറ്റൽ. പിന്നീട് അമ്മ എന്നോട് പറഞ്ഞു, ഈ ദിവസം വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ നിനക്ക് വേണ്ടി ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അമ്മ ക്ഷണക്കത്ത് എനിക്ക് അയച്ചു തന്നു. ഞാൻ യാത്രയ്ക്കുള്ള പ്രക്രിയകളെല്ലാം ഓരോന്നായി ചെയ്തുകൊണ്ടിരുന്നു. ഒടുവിൽ എൻ്റെ കൈകളിൽ ആ യാത്രാനുമതി ലഭിച്ചപ്പോൾ ക്ലോക്ക് ടിക് ടിക് ചെയ്യുന്നത് പോലെ എനിക്ക് വേഗത്തിൽ പോകണമെന്ന ചിന്തയുണ്ടായി. അതെന്തുകൊണ്ടെന്ന് എനിക്കിപ്പോഴും അറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ അമ്മയെ കാണാൻ പോവുകയാണെന്ന് ഞാൻ കരുതി. പക്ഷേ അതെൻ്റെ മരണരേഖയിൽ നിന്ന് തന്നെ മാറ്റുന്നതായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ലോസ് ഏഞ്ചൽസിൽ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ ആകെ ഒരു അസ്വസ്ഥത, ആശയക്കുഴപ്പം, സ്ഥലകാല ബോധമില്ലായ്മ എന്നിവ അനുഭവപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചെങ്കിലും നേരെ മറിച്ചായിരുന്നു കാര്യങ്ങൾ. എവിടെയും ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം. ഞാൻ എൻ്റെ അമ്മയെ കാണാൻ പോയി. അമ്മ എന്നെ കണ്ടപ്പോൾ ശ്വാസം അടക്കിപ്പിടിച്ചതുപോലെ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. പെറ്റമ്മയുടെ ആലിംഗനത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ
ആ സ്നേഹത്തിൻ്റെ നിറവനുഭവിച്ച ഞാൻ അങ്ങനെ നിന്നു. അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഞാനും ആദ്യമായി എനിക്ക് എന്തൊക്കെയോ തിരിച്ചു കിട്ടിയതുപോലെയുള്ള അനുഭവം. അടുത്ത കുറച്ച് ദിവസങ്ങളിൽ ഞങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോയ ആശയവിനിമയം ഞങ്ങൾ വീണ്ടെടുത്തു. ഞങ്ങൾ ചിരിച്ചു, കരഞ്ഞു. എൻ്റെ കുട്ടിക്കാലം മുതൽ ഞങ്ങൾ പോയ സ്ഥലങ്ങളിലൂടെ എല്ലാം ഞങ്ങൾ വീണ്ടും സഞ്ചരിച്ചു. എൻ്റെ മനസ്സ് ശാന്തമാകാൻ തുടങ്ങി. അമ്മയുടെ വിശ്വാസം എന്നിൽ വലിയ ചലനമൊന്നും ഉണ്ടാക്കിയില്ല. ദിവസങ്ങൾ കടന്നുപോയി. എനിക്ക് ഇറാനിലേക്ക് തിരികെ പോകേണ്ടുന്ന തീയതി അടുത്തു വരുന്നു. പക്ഷേ എൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റി. രാവിലെ നിരന്തരമായി മൊബൈലിൽ ബെല്ലടിക്കുന്നു. ധാരാളം മിസ്ഡ് കോളുകൾ, സന്ദേശങ്ങൾ, അറിയിപ്പുകൾ. എന്താണ് സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ആദ്യം ഞാൻ കരുതിയത് ഇറാനിൽ നടന്നത് ഒരു സുരക്ഷാ പ്രശ്നമായിരിക്കാം എന്നാണ്. ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ അടിയന്തരാവസ്ഥയായിരിക്കാം. പിന്നെ ഞാൻ മൊബൈലിൽ വന്ന ഒരു സന്ദേശം തുറന്നു. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ TV ഓൺ ചെയ്തു. കോമ്പൗണ്ട് തകർന്നു. അതാ പുക, അവശിഷ്ടങ്ങൾ, പരിഭ്രാന്തി, തകർന്ന കെട്ടിടങ്ങൾ, പിന്നെ പേരുകൾ, പിന്നെ വിശദാംശങ്ങൾ, പിന്നെ സ്ഥലങ്ങൾ. പിന്നെ അത് ഏത് ബിൽഡിങ്ങിലാണ് സംഭവിച്ചത് എന്ന് കണ്ട നിമിഷം ഞാൻ അത്ഭുത പരതന്ത്രയായി. കാരണം എനിക്ക് ആ സ്ഥലം അറിയാമായിരുന്നു. ആ മതിലുകൾ എനിക്കറിയാമായിരുന്നു. ആ ഹാളുകൾ എനിക്കറിയാമായിരുന്നു. ആളുകൾ എവിടെ നിൽക്കുന്നുവെന്നും മീറ്റിങ്ങുകൾ എവിടെ നടക്കുന്നുവെന്നും സ്റ്റാഫ് ഒത്തുകൂടുന്നിടമൊക്കെ എനിക്കറിയാമായിരുന്നു. ഒരു കാര്യം കൂടി എനിക്കറിയാമായിരുന്നു, ഞാൻ അവിടെ ഉണ്ടാകേണ്ടതായിരുന്നു എന്ന്. ഞാൻ ഷെഡ്യൂൾ പ്രകാരം അവിടെ താമസിച്ചിരുന്നെങ്കിൽ, ഞാൻ അവധി എടുത്തിരുന്നില്ലെങ്കിൽ, എൻ്റെ അമ്മയെ കാണാൻ പോകാനുള്ള ആ വിചിത്രമായ തീരുമാനം എടുത്തിരുന്നില്ലെങ്കിൽ, ഞാൻ ആ പരിധിക്കുള്ളിൽ ആയിരിക്കുമായിരുന്നു. ഞാൻ മരിക്കുമായിരുന്നു. ആ യാഥാർത്ഥ്യം മനസ്സിലായ നിമിഷം എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇത് എനിക്ക് രാഷ്ട്രീയമായിരുന്നില്ല. എനിക്കിത് പത്രങ്ങളിലെ തലക്കെട്ടുകളല്ല. ഇത് വിദൂരത്ത് നടന്ന ഒരു ദുരന്തമല്ല. ഇതായിരുന്നു എൻ്റെ ഇരിപ്പിടം. ഇതാണെൻ്റെ ഓഫീസ്, എൻ്റെ ആളുകൾ. എന്തുകൊണ്ടോ സംഭവിക്കാത്തത് എൻ്റെ മരണം. പക്ഷേ എൻ്റെ അമ്മ അടുത്തതായി എന്നോട് പറഞ്ഞത് എൻ്റെ എല്ലാ പ്രതിരോധത്തെയും എന്നെ തന്നെയും പൂർണ്ണമായി തകർക്കുന്നതായിരുന്നു. ഇറാനിലെ ഖമനേയിയുടെയും കൂട്ടരുടെയും വധമറിഞ്ഞ ഞാൻ ഉടനെ അമ്മയെ വിളിച്ചു. എൻ്റെ കൈകൾ വല്ലാതെ വിറച്ചു. ഫോൺ പിടിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ലായിരുന്നു. അമ്മ എന്നോട് പറഞ്ഞു, നിൻ്റെ വിളിക്കായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. സംഭവിച്ചത് എന്താണെന്ന് പറയുന്നതിന് മുമ്പേ അമ്മ എന്നോട് പറഞ്ഞു, ഞാൻ അർദ്ധരാത്രിയിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടുണർന്നിരുന്നു. എന്താണ് അമ്മ ഉദ്ദേശിച്ചതെന്ന് ഞാൻ അമ്മയോട് ചോദിച്ചു. നെഞ്ചിൽ നിന്നെക്കുറിച്ചോർത്ത് വലിയ ഭാരമുണ്ടായി. തുടർന്ന് ഞാൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് മണിക്കൂറുകളോളം തൻ്റെ മകളെ സംരക്ഷിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു. പിന്നീട് ഇറാനിലെ ആക്രമണത്തിൻ്റെ വാർത്ത പുറത്തു വന്നപ്പോൾ എന്തുകൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന് അവൾക്ക് മനസ്സിലായി. അളക്കാൻ കഴിയാത്ത കാര്യങ്ങളെ തള്ളിക്കളയാൻ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഏറിയ പങ്കും ചെലവഴിച്ചു. പക്ഷേ ജീവിതത്തിൽ ആദ്യമായി ഞാൻ വാദിക്കുന്നത് നിർത്തി. ആ രാത്രിയിൽ ഞാൻ എൻ്റെ അമ്മയുടെ സ്വീകരണ മുറിയിൽ പൂർണ്ണ നിശബ്ദതയിലിരുന്നു. TV ഇല്ല, പത്രങ്ങളില്ല, രാഷ്ട്രീയമില്ല, ഭാഷയില്ല, വെറും നിശബ്ദത. ആ നിശബ്ദതയിൽ ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റിയിൽ കെട്ടിപ്പടുത്തതെല്ലാം തകർന്നു തുടങ്ങി. സംശയം കൊണ്ടു നടക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയും? മരവിപ്പ് അനുഭവപ്പെടുമ്പോൾ എങ്ങനെ പ്രയോജനപ്രദമായി ജീവിക്കാൻ കഴിയും? മരിക്കേണ്ടിയിരുന്ന ഞാൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു. എൻ്റെ കണക്കൂട്ടലുകളോ ഞാൻ വഹിച്ച പദവിയോ അതിന് കാരണമാകുമോ? ഒന്നുമല്ല. എന്തുകൊണ്ട്? ആ ചോദ്യം മറ്റെല്ലാറ്റിനേക്കാളും ഉച്ചത്തിലായി. എന്നെ എന്തിനാണ് ഒഴിവാക്കിയത്? എന്നെ ആരാണ് ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്? എന്നെ എന്തിനാണ് അവിടെ നിന്നും മാറ്റിയത്? എന്തിനാണ് എന്നെ സംരക്ഷിച്ചത്? എൻ്റെ അമ്മ എന്നെ നിർബന്ധിച്ചില്ല. അമ്മ എന്നോട് പ്രസംഗിച്ചില്ല. കണ്ണീരോടെ എൻ്റെ അമ്മ ദൂരദേശത്തിരുന്ന് എനിക്കായി പ്രാർത്ഥിച്ചു. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഒരു ലളിതമായ ചോദ്യം ഞാൻ എന്നോട് ചോദിച്ചു, ആരാണ് നിങ്ങളെ രക്ഷിച്ചത്? ഞാൻ ഉറപ്പോടും ശക്തിയോടും പറയും, എൻ്റെ ദൈവം. അതെ, എൻ്റെ യേശുക്രിസ്തു.